ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബുവിലേക്കാണ്. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഈ സ്കൂളിനെതിരെ, എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിനെതിരെ കടുത്ത നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുവെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത്. ഈ സ്കൂളിന്റെ NOC റദ്ദാക്കുമെന്നതടക്കം ഉള്ള ഭീഷണി ഉയർത്തുകയാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി. നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഭീഷണിയൊക്കെ ആരെ പ്രീണിപ്പിക്കാൻ എന്നതാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിൻ്റെ തൊട്ട് മുൻപായി തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോകുകയാണ്. അപ്പോൾ ഈ പ്രീണിപ്പിക്കൽ കൂടി ഇതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുമോ? ഇത് ഈ ഗണഗീതം ആലപിച്ചതിൽ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല എന്ന് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത സതീഷ് അല്ലെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് സതീഷ് വസന്ത്, അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആ ഗാനത്തിനൊരു കുഴപ്പമില്ല, ആ ഗാനത്തിന്റെ വരികൾക്ക് ഒരു കുഴപ്പമില്ല, ഇത് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കേരളത്തിൽ, ഇന്ത്യയിൽ വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമിച്ചു എന്നാണ്. ഈ ഗാനം പാടിയാൽ എങ്ങനെയാണ് ഈ വർഗീയ ചേരിതിരിവുണ്ടാവുക? അത് ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല. അതിനെ ഒന്ന് വ്യക്തമാക്കി തരാൻ ഞാൻ സതീഷ് വസന്തിനോടും ആവശ്യപ്പെടുക. എങ്ങനെയാണ് ഈ വർഗീയ ചേരിതിരിവുണ്ടാവുക? എന്ത് വർഗീയതയാണ് ഈ ഗാനം പാടുന്നതോടെ ഉണ്ടാവുന്നത്? സ്വന്തം രാജ്യത്തെക്കുറിച്ച് വർണ്ണിച്ച് പാടുന്നത് വർഗീയതയാണെങ്കിൽ ആ വർഗീയത കുമാരനാശാൻ ചെയ്തിട്ടുണ്ട്, ആ വർഗീയത വള്ളത്തോൾ ചെയ്തിട്ടുണ്ട്, ആ വർഗീയത പി കുഞ്ഞിരാമൻ നായർ ചെയ്തിട്ടുണ്ട്, ആ വർഗീയത നമ്മുടെ നാട്ടില് അരവിന്ദ ഘോഷ് ചെയ്തിട്ടുണ്ട്, ബങ്കിംചന്ദ്ര ചാറ്റർജി ചെയ്തിട്ടുണ്ട്. സ്വന്തം നാടിനെ വർണ്ണിച്ച്, സ്വന്തം നാടിനെ മഹത്താണ്, സ്വന്തം നാടിനെ ഓരോ തരി മണ്ണും തനിക്ക് പവിത്രമാണ് എന്ന് പറയുന്നത് വർഗീയതയാണെങ്കിൽ ആ വർഗീയത ഈ നാട്ടിലെ മഹാന്മാര് മുഴുവൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനിന്റെ പേര് വന്ദേ ഭാരത് എന്നാണ്. ഈ വന്ദേ ഭാരത് ഈ നാട്, പ്രത്യേകിച്ച് വന്ദേ മാതരത്തിന്റെ 150-ാം വർഷം ആഘോഷിക്കുന്ന ഒരു കാലയളവാണ്. വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ 150-ാം വർഷം ആഘോഷിക്കുമ്പോഴും ഈ നാടിനെ വർണ്ണിക്കുന്ന, ഈ നാടിന്റെ ഓരോ തരി മണ്ണും തനിക്ക് പവിത്രമാണ് എന്നും, ഈ നാട്ടില് ഈ നദികളും പുണ്യ സ്ഥലങ്ങളും ഒക്കെ തങ്ങൾക്ക് ഏറ്റവും പവിത്രമാണ് എന്ന് കരുതുന്നതിനെ ഇത്രമാത്രം വിമർശിക്കണം എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഏതൊക്കെയോ വിഭാഗത്തിന്റെ കയ്യടി നേടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചില കയ്യടികൾക്ക് വേണ്ടി ഇതിന് തൊട്ട് മുൻപ് ഇതേപോലെ വിദ്യാനികേതൻ സ്കൂളിൽ ഗുരുപൂജ ആഘോഷം നടത്തിയപ്പോൾ കുട്ടികള് അവരുടെ ഗുരുക്കന്മാരെ ആരാധിക്കുന്ന ചടങ്ങ് നടത്തിയപ്പോൾ ഇതേ വിരോധവുമായിട്ട് ഇവർ വന്നു. അന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കും എന്ന് പറഞ്ഞു. നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം ബന്ധപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ രാജ്യത്തോട് പ്രതിബദ്ധത ഉണ്ടാകുന്ന തരത്തിലുള്ള ചടങ്ങുകളും പരിപാടികളും നടക്കുമ്പോഴൊക്കെ ഇത് തന്നെയാണ് ഭാരതമാതാവിന്റെ കയ്യിൽ ദേശീയ പതാകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. ഭാരതമാതാവിന്റെ കയ്യിൽ കാവ്യ പതാകയായിട്ടുള്ള സങ്കല്പത്തിൽ അതിനെ കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഉയർത്തിയിരുന്നത് എന്താണ്? ഭാരതമാതാവിന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ആ സങ്കല്പം വിശ്വസിക്കാനും അത് തുടരാനും നമ്മുടെ നാട്ടിൽ അവകാശമില്ലേ? ഈ കാവ്യോട് എന്നാണ് ഈ പറയുന്ന അലർജി നമ്മുടെ നാട്ടിൽ ഉണ്ടായി തുടങ്ങിയത്? ഞാനതിന്റെ ചരിത്രത്തിലേക്ക് കിടക്കാത്ത ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. കാവ്യ പതാക നമ്മുടെ രാജ്യത്തിന്റെ പതാകയാകണം എന്ന് AICCയുടെ പതാക കമ്മിറ്റി 1931 നിശ്ചയിച്ച കാര്യം വസന്തിന് അറിയില്ലേ? സതീഷ് വസന്തിന് അറിയില്ലേ? പിന്നീട് കോൺഗ്രസും അതേപോലെ പിന്നീട് കമ്മ്യൂണിസ്റ്റുകളും ഒക്കെ ഈ വർഗീയ പ്രീണനത്തിന് വേണ്ടി രാജ്യത്തിന്റെ താല്പര്യങ്ങളെ ബലികഴിക്കാൻ തയ്യാറായി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പങ്ങളൊക്കെ തമസ്കരിക്കപ്പെട്ടു തുടങ്ങിയത്. നമ്മുടെ നാടിന്റെ ചരിത്രം തമസ്കരിക്കപ്പെടുന്നു, സംസ്കാരം തമസ്കരിക്കപ്പെടുന്നു, ഇതെല്ലാം. ഇപ്പൊ ഇവിടെ തന്നെ ഗണഗീതം, ഈ ഗണഗീതം എന്നുള്ള പദം കേൾക്കുമ്പോഴത് RSSന്റേതാണ് എന്നങ്ങ് വിധി എഴുതുകയാണ്. ഒരു ഗാനത്തിനും ഒരു പേറ്റന്റും ആർക്കുമില്ല. ഒരു ഗാനത്തിനും ഒരു പേറ്റന്റും ആർക്കുമില്ല. ആർക്കും ഈ ഗാനങ്ങൾ ഏറ്റെടുക്കാൻ പാടാം. ഇപ്പോ നേരത്തെ ഇവിടെ സംസാരിച്ച് കാണണമെന്ന് വിചാരിക്കുന്നു. 1962 ONV എഴുതിയ പാട്ടാണ് നമ്മെ വിളിപ്പൂ എന്നുള്ള പാട്ട്. സതീഷ് വസന്തിന് അത് പറഞ്ഞിട്ടുണ്ടാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് നീലിമ അത് സംസാരിച്ച് കാണും ചിലപ്പോഴും. നമ്മെ വിളിപ്പൂ എന്നുള്ള പാട്ടിന് ഒരു പ്രസക്തി ഉണ്ട്. തെറ്റായിട്ട് ചില നരേഷൻസ് ഞാൻ കണ്ടിരുന്നു. ഈ ഭാരതഹൃദയ ഉപഞ്ചിയിൽ എഴുതിയ സാഹചര്യവും ഇതും തമ്മിൽ. യഥാർത്ഥത്തിൽ നമ്മെ വിളിപ്പൂ നല്ല ഹൈമപദ ഭൂമി, തിങ്കൾ കലയാൽ തിലകം ചാർത്തും തുങ്ക ഹൈമപദ ഭൂമി എന്നുള്ള പാട്ട് ONV എഴുതിയിട്ടുണ്ട്.
അതെ. നമ്മുടെ ചൈന ഭാരതത്തെ ആക്രമിച്ച സമയത്ത് ONV എഴുതിയ പാട്ടാണത്. ആ പാട്ട് ONVയോട് പോയി സംസാരിച്ചിട്ട് അത് RSSന്റെ ശാഖയിൽ പാടുന്നതിന് ഞങ്ങൾ എടുത്തോട്ടെ എന്ന് ONVയോട് ചോദിക്കുകയാണ്. അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം ചൈനയ്ക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഈ കറുപ്പ് തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിന് നേരെ, അത് ONVയുടെ വാക്കുകളാണ്. കറുപ്പ് തിന്നു മയങ്ങിയ മഞ്ഞ കാടത്തത്തിന് നേരെ എന്നുള്ള വാക്കുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ആ പാട്ട് RSS ONVയുമായിട്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ അത് RSSന്റെ ശാഖയിൽ പാടാനായിട്ട് ആഗ്രഹിക്കുന്നു. വരിയിൽ ചെറിയ ഒരു 1-2 മാറ്റം വരുത്തണം. ആ മാറ്റം വരുത്താനുള്ള അനുവാദം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് ONVയെ പോയി നേരിൽ പോയി കണ്ട് സംസാരിച്ച് ആ മാറ്റം വരുത്താൻ അദ്ദേഹം അനുവദിച്ച് RSSന്റെ ഞങ്ങൾ ഏറ്റെടുത്ത സ്വയം സേവകര് പാടുകയാണ് ശാഖയിൽ. ഇതേപോലെയാണ് ഭാരതഹൃദയ ഉപജീവി. അല്ലെ പരമേശ്വർജിയാണ് ONVയുമായി സംസാരിക്കുന്നതെന്നാണ് കേട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ ഭാരതഹൃദയ ഉപഞ്ചിയിൽ ഉണരും രാഗമാലിക നാം എന്നുള്ള പാട്ട്, ആ പാട്ട് ONV എഴുതിയതാണ്. അപ്പൊ ഇത് ഈ രാജ്യത്തോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന, രാഷ്ട്രത്തെ വന്ദിക്കുന്ന ഗാനങ്ങൾ CPM ഇടതുപക്ഷക്കാരൊരിക്കലും അത് സ്വീകരിച്ചിട്ടില്ല. അവരത് പാടാറില്ല, അവരെവിടെയും പാടാറില്ല. ഇപ്പോ ഏറ്റവും ഒടുവില് ഈ ഗാനത്തിന് വെല്ലുവിളി എന്നോണം DYFIക്കാരൊരു പാട്ട് പാടി. അത് നമ്മുടെ മുഹമ്മദ് ഇക്ബാലിന്റെ സാരേ ജഹാൻ സി അച്ച, അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടാണ് അവർ പാടിയെന്ന് അറിഞ്ഞുകൂടാ. ഹിന്ദുസ്ഥാൻ ഹമാര എന്നുള്ള പാട്ടാണ്. അതിപ്പോൾ വളരെ വൈറലായിട്ടുണ്ട്. അതിൽ ഹിന്ദുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ഇവർക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല, ഒരു മനോഭാവമില്ല. ഇവര് ധരിക്കുന്നത് ഇവര് കണ്ണടച്ചാൽ ലോകം ഇരുട്ടാകുമെന്നാണ്.